തേർഡ് സെമസ്റ്റർ ബിസിനസ് റെഗുലേഷന്റെ MCQ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Bcom സ്റ്റുഡൻസിന്റെ ആണ് കേട്ടോ. അപ്പൊ അതിലെ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ MCQ ക്വസ്റ്റ്യൻസ് കാണുക വഴി നിങ്ങൾക്കൊരു റിവിഷൻ കൂടിയാണ് കിട്ടുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ 61ാമത് മുതലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 200ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എത്രത്തോളം ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ 61ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ആൻഡ് അൺസർട്ടൈൻ എഗ്രിമെന്റ്. അൺസർട്ടൈൻ നമുക്ക് അറിയില്ല, ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത് അറിയില്ല. അപ്പൊ അൺസർട്ടൈൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ വോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ദെൻ അടുത്തത് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ്. ഇല്ലീഗൽ എഗ്രിമെന്റ് ആണെങ്കിൽ അത് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോവുമാണ്, പ്രൊഹിബിറ്റഡ് അണ്ടർ ലോയുമാണ്. ഓക്കെ, അത് നമുക്ക് നിയമവശം സ്വീകരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കില്ല, നിയമം തള്ളിക്കളഞ്ഞിട്ടുള്ളതും കൂടിയാണ് ഈ ഇല്ലീഗൽ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ബോത്ത് A and B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 63ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് വേജറിംഗ് എഗ്രിമെന്റ്. വേജറിംഗ് എഗ്രിമെന്റിന്റെ ബെറ്റ് വെക്കുന്നത് പോലെയുള്ള എഗ്രിമെന്റിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് നെയ്തർ പാർട്ടീസ് ഷുഡ് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഇവന്റ് എന്നുള്ളതാണ്. ഓക്കെ, നെയ്തർ പാർട്ടീസ് ഷുഡ് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഇവന്റ്. ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Then 64ാമത്തെ ചോദ്യം, ആൻഡ് അത്ലറ്റ് കോമ്പറ്റീഷൻസ് ആർ വാലിഡ് ബിക്കോസ് ദേ ആർ ഗെയിംസ് ഓഫ് സ്കിൽ. നമ്മുടെ സ്കില്ല് കാണിക്കുന്ന തരത്തിലുള്ള കോമ്പറ്റീഷൻസും അതുവഴി കിട്ടുന്ന പ്രൈസ് കാര്യങ്ങളൊന്നും നമ്മൾ വോയിഡ് ആയിട്ട് കണക്കാക്കാറില്ല. അതൊക്കെ വാലിഡ് ആണ്, ബിക്കോസ് നമ്മുടെ സ്കില്ല് കാണിക്കുന്നതാണല്ലോ അത്. അപ്പൊ ഈ ഒരു അത്ലറ്റിക് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പം ഗെയിം ഓഫ് സ്കിൽ ആയതുകൊണ്ട് അത് വാലിഡ് ആണ്. അടുത്തത്, ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് വിത്ത് എ ക്ലിയർ ഇന്റൻഷൻ ഓൺലി ടു സെറ്റിൽ ദ പ്രൈസ് ഡിഫറൻസസ് ആർ വേജറിംഗ് എഗ്രിമെന്റ്സ്. അതായത് ഇപ്പം ഷെയർ മാർക്കറ്റിലെ ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ വേജറിംഗിൽ കണക്കാക്കാറില്ല, അതൊക്കെ വാലിഡ് തന്നെയാണ്. പക്ഷേ അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഓൺലി ടു സെറ്റിൽ ദ പ്രൈസ് ഡിഫറൻസ്. പ്രൈസ് ഡിഫറൻസ് സെറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അവരുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ അത് വേജറിംഗ് എഗ്രിമെന്റ് ആയിട്ട് മാറും. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദീസ് ആർ നോട്ട് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിക്ക് എതിരല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ട്രേഡിംഗ് വിത്ത് എനിമി, സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻസ്, എഗ്രിമെന്റ് ടു കമ്മിറ്റ് എ ക്രൈം ഒക്കെ തന്നെ ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ്. അപ്പൊ നോട്ട് ഒപ്പോസ് ടു പബ്ലിക് പോളിസി വരുന്നത് ഓപ്ഷൻ സി, കോംപ്രമൈസ് ഓഫ് കൗണ്ടബിൾ ഒഫൻസ് എന്നുള്ളതാണ്. അടുത്തത്, where a person agrees to maintain a suit in which he has no interest, the proceeding is known as maintenance. അതായത് ആൾക്കൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു കാര്യത്തിന് ആള് സ്യൂട്ട് ചെയ്യാണ്, മെയിൻറ്റെയിൻ എ സ്യൂട്ട്, അത്തരം ഇതിനെ നമ്മൾ മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത്. Then അടുത്തത്, an agreement whereby one party assists another in recovering money or property and in turn share in the proceeds of the action is called champerty. അതായത് നമ്മൾ എന്തെങ്കിലും പൈസ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ചാമ്പർട്ടി എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കണ്ടിൻജന്റ് കോൺട്രാക്ട്. ഇതിലേതാണ് കണ്ടിൻജന്റ് കോൺട്രാക്ട്? കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്ട്. കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട് അല്ലെ, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്. അപ്പൊ അതൊരു കണ്ടിൻജന്റ് കോൺട്രാക്ട് ആണ്. ദെൻ അടുത്തത്, കൺസെന്റ് മീൻസ് പാർട്ടീസ് എഗ്രീസ് ഓൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അപ്പം ഇത് നമുക്ക് 2 മാർക്കിനൊക്കെ വാട്ട് യു മീൻ ബൈ കൺസെന്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊന്ന് 2 മാർക്കിന് വേണ്ടിയിട്ട് കൂടി പഠിച്ചു വെക്കുക. എഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് ഇസ് കോൾഡ് കൺസെന്റ്. അടുത്തത് 71ാമത്തെ ചോദ്യം, ഡാഷ് മീൻസ് ഫോഴ്സിബിളി കമ്പലിംഗ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഒരാളെ നിർബന്ധിച്ച് നമ്മളൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതെന്താണ്? കൊഹഷൻ ആണ്. അപ്പൊ കൊഹഷൻ മീൻസ് ഫോഴ്സിബിളി കമ്പലിംഗ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. കണ്ടോ, 2 മാർക്കിന്റെ ഒക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ഡ്യൂറസ്. ഡ്യൂറസ് അണ്ടർ ഇംഗ്ലീഷ് കോൺട്രാക്ട് ലോ ഈസ് സിമിലർ ടു കൊഹഷൻ. കൊഹഷൻ എന്ന് പറയുന്ന വാക്കിനെ ഇംഗ്ലീഷ് ലോ പ്രകാരം വിളിക്കുന്ന ടേം ആണ് ഡ്യൂറസ് എന്ന് പറയുന്നത്. ഇതും 2 മാർക്കിന് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇതൊക്കെ. അടുത്തത് ഫ്രോഡാണ്. എന്താണ് ഫ്രോഡ്? ഫ്രോഡ് മീൻസ് ഇതിലിപ്പം എല്ലാ ഓപ്ഷൻസും നമുക്ക് ആൻസറിൽ വരുന്നുണ്ട്. ഓൾ ഓഫ് ദി എബവ് എന്നാണ് വരിക. ഫ്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയാം. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഇനി അടുത്തത്, ഉപരിമ ഫിഡെ മീൻസ് ആ ഒരു ടേമിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതായത് അത്രയും ഗുഡ് ഫെയ്ത്തിനെയാണ് നമ്മൾ ഈ ഒരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്.
അടുത്ത ചോദ്യം, when one of the parties is under a mistake as to a matter of fact essential to the agreement is called a unilateral mistake. ഒരാളുടെ ഭാഗത്ത് നിന്ന് മാത്രം മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ടേം, the maximum ignorantia juris non excusa stands for ignorance of law of land is no excuse എന്നുള്ളതാണ്. ഇങ്ങനെ വായിക്കൊള്ളാതെ ഒത്തിരി ടേംസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ നിങ്ങളൊന്ന് പഠിച്ചോളൂ. ജസ്റ്റ് ഇത് ഇങ്ങനത്തെയുള്ള ടേംസ് മാത്രമേ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അല്ല ബാക്കി ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഇങ്ങനത്തെ കുറേ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടേംസ് മാത്രം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ഞാനിപ്പോൾ കണ്ടിടത്തോളം എഴുതി വെച്ചിട്ടുണ്ട്. 7 ഇങ്ങനത്തെ ടേംസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ MCQ എല്ലാം കഴിയുമ്പോഴേ ഞാൻ അതൊന്ന് സ്ക്രീനിൽ കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തത്, ദ കേസ് ഓഫ് നോ കൺസെന്റ് ഇല്ല, സമ്മതമില്ല. ദാറ്റ് ഈസ് വെൻ ദർ ഇസ് നോ കൺസെന്റ് അറ്റ് ഓൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ സാൽമണ്ട് ആസ് എറർ ഇൻ കൺസെൻസസ്. കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദ പാർട്ടീസ് ആർ ലീഗലി കോമ്പറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ആർക്കൊക്കെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്തത്, കോമ്പിറ്റൻസ് ടു കോൺട്രാക്ട് മീൻസ് ഏജ് ഓഫ് ദി പാർട്ടീസും പിന്നെ സൗണ്ട്നെസ് ഓഫ് ദി മൈൻഡ് ഓഫ് ദി പാർട്ടീസും. ഏജ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൈനർ ഓർ മേജർ ആണ്. അതായത് 18 എബവ് ഉണ്ടല്ലോ, ആ ഒരു മൈനറിന് മേജറിനെയാണ് ഇവിടെ ഏജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയും ബിയും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത്, എ മൈനേഴ്സ് എഗ്രിമെന്റ് ഇസ് വോയിഡ്. നമുക്കറിയാം ഒരു മൈനറുടെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. ദിസ് വാസ് ഹെൽഡ് ഇൻ ദ കേസ് ഓഫ് മുഹിരി ബൈബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ്. ഇങ്ങനെ 2 വ്യക്തികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത്, എ മൈനർ ക്യാൻ ബി ഓൾവേസ് പ്ലീഡ് ഹിസ് മൈനോറിറ്റി. 82ാമത്തെ ചോദ്യം, എ മൈനേഴ്സ് ഗാർഡിയൻ ഈസ് നോട്ട് ലൈബിൾ ടു ദി ക്രെഡിറ്റർ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബൈ ദ മൈനർ ഇഫ് ദ കോൺട്രാക്ട് ഇസ് ഫോർ സപ്ലൈ ഓഫ് ദ നെസസറീസ്, സപ്ലൈ ഓഫ് സർവീസസ്, സപ്ലൈ ഓഫ് നോൺ നെസസറീസ്. അതായത് നമ്മൾ ഒരു മൈനർക്ക് നെസസറീസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്ക് വേണ്ട ആവശ്യത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും നമ്മൾ വോയിഡ് ആയിട്ട് കണക്കാക്കില്ല. ഒരു മൈനർക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള ഐറ്റംസ് കൈമാറാനായിട്ട് ആർക്കും പറ്റുമെന്നാണ് പറയുന്നത്. അതൊരു ബ്രീച്ച് ഓഫ് ദി കോൺട്രാക്ട് ഒന്നും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അടുത്തത്, ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ദി റീസ്റ്റോറേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഫാൾസ് റിപ്രസെൻറ്റേഷൻ. ദിസ് ഡോക്ട്രിൻ ഈസ് അപ്ലിക്കബിൾ ടു മൈനേഴ്സിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ അങ്ങനെ 1-2 ഡോക്ട്രിൻസ് പഠിക്കാനുണ്ട്. ദെൻ അടുത്തത്, എ കൺസിഡറേഷൻ ഇൻ എ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. അടുത്തത്, എ കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് ആയിരിക്കാം, പ്രസന്റ് ആയിരിക്കാം, ഫ്യൂച്ചറും ആയിരിക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ അടുത്തത്, എൻ അഗ്രിമെന്റ് നോട്ട് സപ്പോർട്ടഡ് ബൈ ദ കൺസിഡറേഷൻ സപ്പോർട്ട് ചെയ്യാത്ത അഗ്രിമെന്റ്സിനെ നമ്മൾ വിളിക്കുന്നത് നാഡും പാക്റ്റും എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ കൺസിഡറേഷൻ ഈസ് ടു ബി മൂവ്ഡ് സം ടൈം ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് എ കോൺട്രാക്ട് ഇസ് നോൺ ആസ് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. അതായത് നമ്മൾ ഈ ഒരു കോൺട്രാക്ടിന്റെ ഫോർമേഷൻ കഴിഞ്ഞിട്ടാണ് കൺസിഡറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ ആണ്. The term privity of contract means stranger to contract. Privity of contract ഉം privity of consideration ഉണ്ട് കേട്ടോ. Then അടുത്തത്, എ പ്രപ്പോസൽ മേ കൺസിസ്റ്റ് ഓഫ് എ പ്രോമിസ് ഫോർ ഡൂയിങ് ആൻ ആക്റ്റും അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ആൻ ആക്റ്റും. അതായത് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രോമിസിൽ ഏർപ്പെടാറുണ്ട് ഇല്ലേ. അപ്പോൾ ഒരു പ്രപ്പോസൽ അങ്ങനെയൊക്കെ വരാം എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഓഫർ ടു സെൽ ഹിസ് കാർ ഓൺ ഇന്റർനെറ്റിലൂടെ സെൽ ചെയ്യാൻ പോവാണ് കാർ. അപ്പം അത്തരം ഓഫർ എക്സ്പ്രസ് ഓഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ അടുത്തത്, ദ ഓഫർ വിച്ച് ഇസ് അലൗഡ് ടു റിമെയിൻ ഓപ്പൺ ഫോർ ദി ആക്സെപ്റ്റൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈസ് നോൺ ആസ് സ്റ്റാൻഡിംഗ് ഓഫർ. അടുത്തത്, ദ ഓഫർ മെയ്ഡ് ടു എ സ്പെസിഫിക് പേഴ്സൺ ഓർ ഗ്രൂപ്പ്. ഒരു ചില ആളുകൾക്കോ ചില ഗ്രൂപ്പുകൾക്കോ മാത്രം വേണ്ടിയിട്ടുള്ള ഓഫർ ആണെങ്കിൽ അത്തരം ഓഫറിനെ നമ്മൾ സ്പെസിഫിക് ഓഫർ എന്നാണ് പറയുക. ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ്. ടേംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല കൃത്യമായിട്ടുള്ള ടേംസ് ആയിരിക്കണം. ദെൻ വെൻ എ പേഴ്സൺ ഇൻവൈറ്റ്സ് ദി അതർ പാർട്ടി ടു മേക്ക് എൻ ഓഫർ ഹി സെറ്റ് ടു മേക്ക് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. നമ്മൾ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓഫറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്നാണ് പറയുക. Then price list, catalogs, advertisements in newspapers and enquiries from customers are invitations to offer. ഇതൊക്കെ invitation to offer ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Then goods displayed in a shop with a price label. പ്രൈസ് ലേബലോട് കൂടിയിട്ടുള്ള ഗുഡ്സ്
നമ്മൾ ഷോപ്പിൽ കാണുന്നതും ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ തന്നെയാണ്. ദെൻ when the offer made by two persons to each other containing similar terms of bargaining cross each other in post, they are known as cross offer. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഓഫർ വെക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ക്രോസ് ഓഫർ എന്നാണ് പറയുന്നത്. Then which of the following is not the mode of the lapse of an offer? Lapse of an offer അല്ലാത്തതാണ് case against the offerer. അടുത്തത് contract is defined as an agreement enforceable by law white section dash of the Indian Contract Act. കോൺട്രാക്റ്റിന്റെ സെക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, സെക്ഷൻ 2 സബ് സെക്ഷൻ എച്ച്, അങ്ങനെയാണ് നമ്മളത് പറയാ കേട്ടോ. സെക്ഷൻ 2 ബ്രാക്കറ്റിലുള്ളതിനെ സബ് സെക്ഷൻ എന്നാ പറയാ, സബ് സെക്ഷൻ എച്ച്. ദെൻ 100ാമത്തെ ചോദ്യം, when the contract is perfectly valid but cannot be enforced because of certain technical defects. നമ്മളത് എന്താ പറയുക, വാലിഡ് ആയിരുന്നു പക്ഷെ നമുക്കത് എന്തോ കാരണങ്ങൾ കൊണ്ട്, ടെക്നിക്കൽ ഡിഫക്ട്സ് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്ട്സിനെ അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്സ് എന്നാണ് വിളിക്കുന്നത്. ദെൻ 101ാമത്തെ ചോദ്യം, when a contract has to be inferred from the conduct of parties is called implied contract. Where the obligation in a contract is outstanding on the part of both the parties is called bilateral contract. രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള ഒബ്ലിഗേഷൻസ് നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്ട് ബൈലാറ്ററൽ കോൺട്രാക്ട്സ് ആണ്. ദെൻ 103ാമത്തെ ചോദ്യം, a contract in which under the terms of a contract nothing remains to be done by either party is known as executed contract. രണ്ടു കൂട്ടരും കൃത്യമായിട്ട് ഇനി ഒന്നും ബാക്കിയില്ല ചെയ്യാനായിട്ട്, എല്ലാം ചെയ്തു. അത്തരം കോൺട്രാക്ട് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ് ആണ്. എ കോൺട്രാക്ട് ഇൻ വിച്ച് അണ്ടർ ദി ടേംസ് ഓഫ് എ കോൺട്രാക്ട് one or both the parties have still to perform their obligations in future. അതായത് ഇനി ചെയ്യാനുണ്ട്, ഫ്യൂച്ചറിൽ ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്ട്സ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്സ് ആണ്. അടുത്തത്, the unpaid seller can exercise his right of lien over the goods for price of goods. അടുത്തത്, an auction sale is complete on the fall of hammer. അടുത്തത്, an unlawful act by which an intending purchaser prevented from bidding or raising the price to an auction sale is known as damping. auction sale ലേലം വിളിക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. Then അടുത്തത്, the right of lien is exercised to retain the possession of goods. right of lien എന്ന് പറഞ്ഞാൽ കൈവശം വെക്കാനുള്ള അവകാശമാണ്. അപ്പൊ അത് to retain the possession of the goods. ആ ഒരു ഗുഡ്സിന്റെ എന്താ പറയുക, പൊസഷൻ, ആ ഗുഡ്സിന്റെ ഇത് മാത്രം കൈവശം വെക്കാനുള്ള അവകാശം നമുക്കുള്ള, ഓണർഷിപ്പ് ഒന്നുമില്ല, ഗുഡ്സ് മാത്രം കൈവശം വെക്കാനുള്ള അവകാശമേ നമുക്ക് ഉണ്ടാവുള്ളൂ. then അടുത്തത്, which of the following rights are available to the unpaid seller? പൈസ കൊടുക്കാത്ത സെല്ലർക്കുള്ള റൈറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. all of the above. പ്രൈസിൽ, റെപ്യൂട്ടേഷനിൽ, സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റിലുള്ള റൈറ്റ് ഒക്കെ ആൾക്കുണ്ട്. അടുത്തത്, ഡെലിവറി ഓഫ് ദി കീ ഓഫ് ദി വെയർ ഹൗസ് ബൈ ദ സെല്ലർ ടു ദി ബയർ വിൽ എമൗണ്ട് ടു സിംബോളിക് ഡെലിവറി. അടുത്ത ചോദ്യം, ഇൻ കേസ് ദ ബയർ റിജക്ട്സ് ദ ഓൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഡ്യൂ ടു ഷോർട്ട് ഡെലിവറി ഓർ എക്സസ് ഡെലിവറി ദ കോൺട്രാക്ട് ഇസ് ട്രീറ്റഡ് ആസ് സബ്സിസ്റ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു ബയർ ആ മൊത്തം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് റിജക്ട് ചെയ്യാണ്, കാരണം ഒന്നില്ലെങ്കിൽ ഷോർട്ട് ഡെലിവറി കാരണോ എക്സസ് ഡെലിവറി കാരണോ, അപ്പം അതിനെ വിളിക്കുന്ന പേര് സബ്സിസ്റ്റിംഗ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. 111 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തു. 61 മുതൽ 111 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കണ്ടുപോവാ. നമുക്ക് ഇനി ഒത്തിരി ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.